ഡിസംബർ 13 സിറാക്കൂസിലെ വിശുദ്ധ ലൂസി. തിരുസഭയിലെ ആദ്യകാല രക്തസാക്ഷികളിൽ ഏറ്റവും പ്രശസ്തയാണ് സിറാക്കൂസിലെ വിശുദ്ധ ലൂസി. ഇറ്റലിയുടെ തെക്ക് സിസിലിയയിൽ സമ്പന്നരായ ക്രിസ്തീയ മാതാപിതാക്കളിൽ നിന്ന് ക്രിസ്തുവർഷം 283 ലൂസി ജനിച്ചത്. റോമൻ വംശജനായിരുന്ന പിതാവ് അവൾക്ക് 5 വയസ്സുള്ളപ്പോൾ മരിച്ചു. ഗ്രീക്ക് വംശജയായിരുന്ന അമ്മ യവുത്തിക്കിയ അവൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുകയും വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തുകയും ചെയ്തു. ലൂസി അവളുടെ ജീവിതം പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവൻ കന്യകയായി ജീവിക്കുമെന്ന് രഹസ്യമായി പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. എന്നാൽ അവളുടെ അമ്മ പ്രഭു കുടുംബത്തിൽപ്പെട്ട ഒരു വിജാതി യുവാവിന് അവളെ വിവാഹം ചെയ്തു കൊടുക്കാം എന്ന് സമ്മതിച്ചിരുന്നു. രക്തസ്രാവം മൂലം വളരെ കഷ്ടപ്പെട്ടിരുന്ന അമ്മ മകളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ മൂലമായിരിക്കാം ഇങ്ങനെ ചെയ്തത്. രോഗം മൂലം വളരെ കഷ്ടപ്പെട്ടിരുന്ന അമ്മയോട് ലൂസി ഒരിക്കൽ പറഞ്ഞു, അമ്മേ, നമുക്ക് അഗാത്ത പുണ്യവതിയുടെ കബറിടത്തെങ്കിൽ പോയി പ്രാർത്ഥിക്കാം. ക്രിസ്തുവർഷം 251 സിറാക്കൂസിൽ നിന്ന് 50 മൈൽ അകലെയുള്ള കാത്താനിയയിൽ വെച്ച് രക്തസാക്ഷിയായ കന്യകയാണ് വിശുദ്ധ അഗാത്ത. നിരവധി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു അത്. ലൂസി അമ്മയുമായി കാത്താനിയയിലെ വിശുദ്ധ അഗതായുടെ കബറിടത്തിലെത്തി. അവർ അവിടെ ദീർഘനേരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ക്ഷീണം മൂലം ലൂസി ഉറങ്ങിപ്പോയി. അപ്പോൾ വിശുദ്ധ അഗാത്ത സ്വപ്നത്തിൽ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ദൈവം അമ്മയെ സുഖപ്പെടുത്തും. കാത്താനിയയിൽ എനിക്കുള്ളതുപോലെ ഒരു സ്ഥാനം സിറാക്കൂസിൽ നിനക്ക് ലഭിക്കും. അപ്പോൾ തന്നെ ലൂസിയുടെ അമ്മ രക്തസ്രാവത്തിൽ നിന്ന് അത്ഭുതകരമായി സുഖം പ്രാപിച്ചു. തുടർന്നും ഈശോയുടെ മണവാട്ടിയായി ജീവിക്കുവാനും രക്തസാക്ഷിയാകുവാനുമുള്ള തൻ്റെ വിളിയെക്കുറിച്ച് വിശുദ്ധ അഗാത്ത തന്നോട് സംസാരിക്കുന്നതായി ലൂസിക്ക് അനുഭവപ്പെട്ടു. അവൾ തൻ്റെ ജീവിതം ഒരിക്കൽ കൂടി ഈശോയ്ക്ക് സമർപ്പിച്ചു. ലൂസി തൻ്റെ സമർപ്പണത്തെക്കുറിച്ച് അമ്മയോട് പറയുകയും അമ്മ അത് അംഗീകരിക്കുകയും ചെയ്തു. അവൾക്ക് പിതൃസ്വത്തായി ലഭിക്കേണ്ട സമ്പത്ത് ദരിദ്രർക്ക് വിതരണം ചെയ്യാനുള്ള ആഗ്രഹം അവൾ അമ്മയോട് പറഞ്ഞു. തൻ്റെ മരണശേഷം അങ്ങനെ ചെയ്തു കൊള്ളാനായിരുന്നു അമ്മയുടെ മറുപടി. എന്നാൽ ലൂസിയുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്മ അതിന് സമ്മതിച്ചു. ക്രിസ്തുവർഷം 303 റോമൻ ചക്രവർത്തിയായ ഡയക്ലേഷ്യൻ റോമ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. ക്രിസ്തീയ ദേവാലയങ്ങളും വിശുദ്ധ ലിഖിതങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ക്രൈസ്തവ ഗ്രന്ഥങ്ങളും നശിപ്പിക്കാൻ ചക്രവർത്തി കൽപ്പിച്ചു. ക്രിസ്ത്യാനികളുടെ സമ്പത്ത് പിടിച്ചെടുക്കുകയും അവരെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വിസമ്മതിക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളെയും പീഡിപ്പിക്കാനും കൊല്ലാനുമായിരുന്നു ചക്രവർത്തിയുടെ കൽപ്പന. ഏകദേശം 304 ലൂസിക്ക് 21 വയസ്സുള്ളപ്പോൾ അവൾ ദരിദ്രർക്ക് വിതരണം ചെയ്യുന്ന വലിയ തുകകളെക്കുറിച്ച് അവളുടെ കാമുകൻ മനസ്സിലാക്കി. ലൂസി തൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നതെന്നും അവളെ തനിക്ക് ഭാര്യയായി ലഭിക്കുകയില്ലെന്നും തിരിച്ചറിഞ്ഞ അയാൾ കോപാകുലനായി. ലൂസി ഒരു ക്രിസ്ത്യാനിയാണെന്ന് സിറാക്കൂസിലെ ഗവർണറായ പസ്കാനിയൂസിനെ അയാൾ അറിയിച്ചു. ലൂസിയുടെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചും ദരിദ്രരോടുള്ള അവളുടെ കാരുണ്യത്തെക്കുറിച്ചും അറിഞ്ഞ ഗവർണർ അവളെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തു. ക്രിസ്തീയ വിശ്വാസം ഉപേക്ഷിക്കാനും റോമൻ ദൈവങ്ങൾക്ക് ബലിയർപ്പിക്കാനും അവൾ നിർബന്ധിക്കപ്പെട്ടു. എന്നാൽ അവൾ വിസമ്മതിച്ചു. ലൂസി ഗവർണറെ അദ്ദേഹത്തിൻ്റെ പൈശാചിക ആരാധനയുടെ പേരിൽ കുറ്റപ്പെടുത്തുകയും ദൈവമുമ്പാകെ അദ്ദേഹത്തിൻ്റെ ശിക്ഷാവിധി പ്രവചിക്കുകയും ചെയ്തു. കോപാകുലനായ ഗവർണർ അവളെ വേശ്യാലയത്തിൽ കൊണ്ടുപോയി മാനഭംഗപ്പെടുത്താൻ കൽപ്പിച്ചു. എന്നാൽ കാവൽക്കാർക്ക് അവളെ നിന്തുന്ന സ്ഥലത്തുനിന്ന് അനക്കാൻ പോലും സാധിച്ചില്ല. കാളകളുടെ നുകത്തിൽ കെട്ടിയ കയറുകൊണ്ട് അവളെ മാറ്റാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ലൂസിയെ ചുട്ടുകൊല്ലുവാൻ അവളുടെ ചുറ്റും വിറകടുക്കി തീ കത്തിച്ചെങ്കിലും തീജ്വാലകൾ അവളെ സ്പർശിച്ചില്ല. അവസാനം അവളുടെ കഴുത്തിൽ വാൾ കുത്തിയിറക്കാൻ ഗവർണർ പട്ടാളക്കാരനോട് കൽപ്പിച്ചു. അങ്ങനെ ലൂസിയുടെ രക്തസാക്ഷിത്വം പൂർത്തിയാക്കാൻ ദൈവം അനുവദിച്ചു. വിശുദ്ധയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടുവെന്നും എന്നാൽ സംസ്കാര സമയത്ത് അത് പുനഃസ്ഥാപിക്കപ്പെട്ടുവെന്നുമുള്ള ഒരു കഥ പ്രചാരത്തിലുണ്ട്. ഡയക്ലേഷ്യൻ ചക്രവർത്തിക്ക് ഭരണം നഷ്ടപ്പെടുമെന്നും മാക്സിമിയൻ കൊല്ലപ്പെടുമെന്നും സഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും തൻ്റെ മരണസമയത്ത് ലൂസി പ്രവചിച്ചു.
ക്രിസ്തുവർഷം 304 ഡിസംബർ 13 ആയിരുന്നു വിശുദ്ധ ലൂസിയുടെ രക്തസാക്ഷിത്വം. സിസിലിയിലെ സിറാക്കൂസ് നഗരത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥയാണ് വിശുദ്ധ